ഹായ് ഗേസ് സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരാണോ നിങ്ങൾ? ഒന്നുകൊണ്ടും മടിച്ചു നിൽക്കാതെ ഫ്രീ ആയി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുവാൻ പറ്റിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം. ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഹലോ, ഇന്ന് നമുക്ക് ഹാഡ് പ്ലസ് V3 ഫോം എങ്ങനെയാണ് എപ്പോഴാണ് ഉപയോഗിക്കാം എന്ന് പഠിക്കാം. ഓക്കെ, ഈ ഹാഡ് എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ആണ് ഹാഡ്, കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഹാഡും V3യും വേർബിന്റെ തേർഡ് ഫോം യൂസ് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാണെങ്കിലും ഒരു കാര്യം സംഭവിച്ചു, ഒരു ആക്ഷന് മുമ്പ് മറ്റൊരു കാര്യം സംഭവിക്കുമ്പോഴാണ് നമ്മൾ ഹാഡും വേർബിന്റെ തേർഡ് ഫോം ഉപയോഗിക്കുന്നത്. ഓക്കെ, ലിസൺ ടു ദ ഫസ്റ്റ് സെന്റൻസ്. ദിലീപ് had married Manju before he had married Kavya. ദിലീപ് ഹാഡ് മാരീഡ് മഞ്ജു ബിഫോർ ഹി ഹാഡ് മാരീഡ് കാവ്യ. കാവ്യയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ദിലീപ് മഞ്ജുവിനെ കല്യാണം കഴിച്ചിരുന്നു. അതായത് ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഹാഡ് മാരീഡ്, മാരീന്റെ V3 ഫോം മാരീഡ് ആണ്, ഇ ആണ് അല്ലെ. അപ്പം ദിലീപ് ഹാഡ് മാരീഡ് കാവ്യ, ദിലീപ് ഹാഡ് മാരീഡ് മഞ്ജു ബിഫോർ ഹി ഹാഡ് മാരീഡ് കാവ്യ. ക്ലിയർ? Check the next one. Had you gone to market before he called you? Had you gone? Gone V3 ആണ് gone അല്ലെ. Had you ആണ് ചോദിച്ചിരിക്കുന്നത്. To market before he called you. അവൻ നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നോ? അതെങ്ങനെ ആൻസർ ചെയ്യുക? യെസ്, ഐ ഹാഡ് ഗോൺ. സെയിം അങ്ങനെ തന്നെയാ പറയാ, ഞാൻ പോയിട്ടുണ്ടായിരുന്നു. യെസ്, ഐ ഹാഡ് ഗോൺ there before he called me. Next sentence. Had he done anything before they gave permission? അവർ പെർമിഷൻ തരുന്നതിന് മുമ്പ് അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? യെസ്, ഹി ഹാഡ് എന്തെങ്കിലും എന്താ ചെയ്ത് വെച്ചാണെങ്കിൽ സങ് എ സോങ്. സിംഗിന്റെ വെർബ് 3 ഫോം സങ് ആണ് അല്ലെ. അപ്പൊ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സങ് ആണ്. യെസ്, ഹി ഹാഡ് സങ് എ സോങ് ബിഫോർ ദേ ഗേവ് പെർമിഷൻ. പെർമിഷൻ തരുന്നതിന് മുമ്പ് അവനൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അവിടെ കണ്ടില്ലേ, ഒരു പാട്ട് പാടിയ കാര്യം സംഭവിച്ചിട്ടുണ്ട്. അത് പെർമിഷൻ തരുന്നതിന് മുമ്പ് ഒരു ആക്ഷൻ നടന്നിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഹാഡും V3 ഫോമും ഉപയോഗിച്ചത്. നെക്സ്റ്റ് വൺ. ഹാഡ് ഷീ ഡിസ്കസ്ഡ് ദാറ്റ് മാറ്റർ ബിഫോർ ഐ ടോൾഡ് യു? ഹാഡ് ഷീ ഡിസ്കസ്ഡ് ദാറ്റ് മാറ്റർ ബിഫോർ ഐ ടോൾഡ് യു? ഞാൻ ഇത് നിങ്ങളോട് പറയുന്നതിന് മുമ്പ് അവൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഷീ ഹാഡിൻ ഡിസ്കസ്ഡ് ദ മാറ്റർ ബിഫോർ യു ടോൾഡ് മീ. നേരത്തെ നമ്മൾ പോസിറ്റീവ് സെന്റൻസ് ആണ് പറഞ്ഞത്, യെസ് വെച്ചിട്ടാണ്. ഇപ്പം നോ വെച്ചിട്ട് നെഗറ്റീവ് സെന്റൻസ് പറയുമ്പോൾ ഹാഡിന്റെ നെഗറ്റീവ് ഹാഡിന്റെ ആണ്. ഹാഡിൻ ഡിസ്കസ്ഡ് ദ മാറ്റർ ബിഫോർ യു ടോൾഡ് മീ. ലാസ്റ്റ് എക്സാമ്പിൾ. ഹാഡ് ജാക്സ് ടേക്കൻ ടാബ്ലറ്റ് ബിഫോർ ഹി ate food? Had ജാക്സ് taken tablet before he ate food? ജാക്സ് ഫുഡ് കഴിക്കുന്നതിന് മുന്നേ മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, ജാക്സ് ഹാഡ് ടേക്കൻ ടാബ്ലറ്റ് ബിഫോർ ഹി ate food. നോ, ജാക്സ് hadn't taken tablet before he ate food. ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ജാക്സ് ടാബ്ലറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ജാക്സ് had taken tablet before he ate food. Okay, next we'll go with the fluency test. Okay, the first one. അച്ഛൻ വരുന്നതിന് മുമ്പ് കുഞ്ഞ് കരഞ്ഞിരുന്നു. The baby was crying before his father came, അല്ലെങ്കിൽ before his father arrived, അങ്ങനെയും പറയാം. നെക്സ്റ്റ് വൺ. പൂച്ചയെ കണ്ടതിന് പിന്നാലെ അവൻ ഓടാൻ തുടങ്ങി. He started running after the cat. He started running after the cat. തേർഡ് വൺ. ഇംഗ്ലണ്ടിൽ പോകുന്നത് വരെ അദ്ദേഹം ഇംഗ്ലീഷ് സംസാരിച്ചിരുന്നില്ല. He didn't speak English until he went to England. നെക്സ്റ്റ്. അവൻ സിറ്റി വിടുന്നതിന് മുമ്പ് ഞാൻ അവനെ കണ്ടിരുന്നു. ഐ സോ ഹിം ബിഫോർ ഹി ലെഫ്റ്റ് ദ സിറ്റി. ഫിഫ്ത് വൺ. അവർ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അവൻ ഫോണിൽ സംസാരിച്ചിരുന്നു. ഹി ടോക്ക്ഡ് ഓൺ ദ ഫോൺ ബിഫോർ ദേ വെന്റ് ടു ബെഡ്. സിക്സ്ത് വൺ. ഞാൻ നിങ്ങളെ നേരിൽ കാണുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ കണ്ടിരുന്നില്ല. ഐ ഹാഡൻ സീൻ യു ബിഫോർ ഐ സോ യു ഇൻ പേഴ്സൺ. ഐ ഹാഡൻ സീൻ യു ബിഫോർ ഐ സോ യു ഇൻ പേഴ്സൺ. സെവൻത് വൺ. സുഖം പ്രാപിക്കുന്നതിന് മുമ്പ് അദ്ദേഹം മരുന്ന് കഴിച്ചിരുന്നു. ഹി ടുക്ക് മെഡിസിൻ ബിഫോർ ഹി ഗോട്ട് ബെറ്റർ. എയ്ത്ത് വൺ. അവൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ പ്രൊജക്ട് ചെയ്തിരുന്നോ? ഡിഡ് യു ഡു ദ പ്രോജക്ട് ബിഫോർ ഷീ കെയിം? ഡിഡ് യു ഡു ദ പ്രോജക്ട് ബിഫോർ ഷീ കെയിം? ഓക്കെ, ഈ ഒരു മെത്തേഡിലായിരിക്കും നമ്മളെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോസുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.